ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എനിക്ക് ഓഫീസിൽ നിന്ന് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് എന്തൊക്കെ കിട്ടിയെന്നായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അടിപൊളി ബോക്സിൽ നല്ല അടിപൊളി പാക്കേജിങ്ങിലാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നത് തെറ്റായിരിക്കും, പക്ഷേ അറിയാം. ആക്ച്വലി കുറച്ച് പേര് ഓഫീസിൽ വെച്ച് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ടായി. ഇതേപോലത്തെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ നമുക്ക് ഓണത്തിൻ്റെ സമയത്തും കിട്ടിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഓണപ്പുടവയും അതുപോലെ മറ്റേ നമ്മുടെ ചിപ്സ്, പിന്നെ പായസം മിക്സ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഗിഫ്റ്റിൽ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ആദ്യമേ തന്നെ ഇതുപോലെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നോട്ടാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ CEO അതുപോലെ ക്ലിനിക്കോണിൻ്റെ പേരിൽ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് നോട്ടാണ് അതിലുണ്ടായിരുന്നത് ആദ്യമേ തന്നെ. പിന്നെ ബോക്സ് പൊട്ടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ഈ ബോക്സിനെ പറ്റി പറഞ്ഞത് ഭയങ്കരമായിട്ട് ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളൊരു ബോക്സാണ്. കാരണം ഞാൻ ഈ സംഭവം ബസ്സിൽ തൂക്കി പിടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും അതിന് വലിയ ഡാമേജോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഗ്രേപ്പ് അപ്പറ്റൈസറാണ്. എല്ലാവരും വൈൻ എന്നൊക്കെ പറയും, പക്ഷേ ഇതിൽ ഞാൻ നോക്കിയപ്പോൾ വൈനൊന്നും എവിടെയും കണ്ടിട്ടില്ല. ഗ്രേപ്പ് അപ്പറ്റൈസർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആൽക്കഹോൾ കണ്ടൻ്റ് ഒന്നും കണ്ടില്ല. പക്ഷേ എങ്കിലും കുറച്ച് സ്റ്റഡീസ് നടത്തിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതുപോലെ കുറച്ച് ബട്ടർ ബിസ്ക്കറ്റിൻ്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു പ്ലം കേക്കും ഉണ്ടായേ. ഇതിനു മുന്നേ ഞാൻ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കിതുപോലത്തെ ഒരു വലിയൊരു ഗിഫ്റ്റൊന്നും കിട്ടിയിരുന്നില്ല. അന്ന് കേക്ക് കിട്ടിയിരുന്നു, പക്ഷേ ഇതുപോലെ നമുക്ക് ഇത് ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുള്ളായി തോന്നിയ നിമിഷമായിരുന്നു കേട്ടോ. ഇവിടെ വർക്ക് ചെയ്യാൻ സാധിച്ചെങ്കിലും നമുക്കിങ്ങനെ നമ്മുടെ കമ്പനി നമ്മളെ കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്നൊരു ഫീൽ നമുക്കിങ്ങനെ ഗിഫ്റ്റ്സൊക്കെ കിട്ടുമ്പോൾ തോന്നലുണ്ട്. പിന്നെ എനിക്ക് ലാസ്റ്റ് കാണിച്ച കുറച്ച് ചോക്ലേറ്റ്സാണ്. അത് ഞാൻ ഗെയിം കളിച്ചിട്ട് കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതെനിക്ക് കിട്ടിയത് കാണിക്കുന്നത് എനിക്ക് സീക്രട്ട് സാന്റ എന്ന ഗിഫ്റ്റാണ്. ഞാൻ ആക്ച്വലി കൊടുത്തിട്ടുണ്ടായത് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഒരു എൻഗേജിൻ്റെ 3 ചെറിയ പെർഫ്യൂമിൻ്റെ ഒരു സെറ്റാണ്. അതുപോലെ എനിക്ക് കിട്ടിയത് ഒരു ബെല്ലാവിറ്റയുടെ യൂണിസെക്സിൻ്റെ പെർഫ്യൂം സെറ്റാണ്. നമ്മുടെ ഇവിടെ ആരാണെന്ന് മുന്നേ അറിയില്ലായിരുന്നു. ഫ്രണ്ട് ആരാണെന്ന് ആ സെയിം ഡേ തന്നെ ലോട്ട് എടുത്താണ് കേട്ടോ കൊടുത്തത്. അപ്പം പിന്നെ വേറൊരു കോയിൻസിഡൻ്റ് ആണെന്ന് വെച്ചാൽ സെയിം സാധനം ബെല്ലാവിറ്റയുടെ സെയിം സാധനമായിട്ട് എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ടായേ. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് എനിക്ക് കിട്ടിയ ബോക്സിലുള്ള ഓരോ പെർഫ്യൂംസും പരിചയപ്പെടുത്താം കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയനാണ്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞ വർഷം കിട്ടിയ ആ ഒരു ഗിഫ്റ്റ് സെറ്റാണ്. അതിലെല്ലാ പെർഫ്യൂംസും അടിപൊളിയായിരുന്നു. ഇവിടെ നല്ല സ്മെല്ലായിരുന്നു. ലൈക്ക് മേ ബി അത് മെയിൻലി ഫോർ ലേഡീസിനായതുകൊണ്ടായിരിക്കും. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല, ഓഫീസിൽ അവർ നോൺ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊണ്ടുവരാനാണ് പറഞ്ഞത്. കാരണം സെയിം ഡേ, അതായത് 24th തന്നെ ആണ് അവർ സെലിബ്രേഷനും അതുപോലെ നമ്മുടെ ഫ്രണ്ടിനെയൊക്കെ സെലക്ട് ചെയ്തത്. സോ നമ്മൾ അന്ന് ലോട്ട് പോയി എടുത്തിട്ട് അപ്പം അങ്ങനെയാണ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആരാണെന്ന് അറിയില്ല, ആരാണ് മെയിലാണ് ഫീമെയിലാണെന്ന് അറിയില്ല. സോ യൂണിസെക്സ് ആയിട്ടുള്ള അങ്ങനെ എല്ലാവരും, ഞാനും കൊടുത്തത് ഒരു യൂണിസെക്സ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഓക്കെ ആണ്, പക്ഷേ എനിക്ക് പഴയതിന് അത്ര ഇഷ്ടപ്പെട്ടില്ല സ്മെല്ലും കാര്യങ്ങളും. പക്ഷേ എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഊതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഒരു വൈറ്റ് കളർ ഞാൻ ആദ്യം കാണിച്ചില്ല. അതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ല്. ബാക്കിയൊക്കെ ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല അങ്ങനെ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടത്. ബാക്കി 3 സിമിലർ സ്മെല്ലായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. ഇതാണ് കേട്ടോ പഴയ ബോക്സ്. അതിൽ ഓൾറെഡി എല്ലാം ഞാൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് മാത്രമേ ഇപ്പോൾ ബാലൻസ് ഉള്ളൂ. അത് ഓൾമോസ്റ്റ് കഴിയാറായിരിക്കണം കേട്ടോ. കമ്പാരിറ്റീവ്ലി ലേഡീസിൻ്റെ ആ ഒരു സെറ്റിനാണ് വലുപ്പം സൈസൊക്കെ കൂടുതലേ. അപ്പോൾ അത്രയേ ഉള്ളൂ.